പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് ഒരു ഉപമ അരുൾ ചെയ്തു. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗരാജ്യത്തെ ഉപമിക്കാം. ആളുകൾ ഉറക്കമായപ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കള വിതച്ചിട്ട് കടന്നുകളഞ്ഞു. ചെടികൾ വളർന്ന് കതിരായപ്പോൾ കളകളും പ്രത്യക്ഷപ്പെട്ടു. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു, യജമാനനെ, നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്? പിന്നെ കളകളുണ്ടായത് എവിടെ നിന്നും? അവൻ പറഞ്ഞു, ശത്രുവാണത് ചെയ്തത്. വേലക്കാർ ചോദിച്ചു, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ? അവൻ പറഞ്ഞു, വേണ്ട. കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതുകളഞ്ഞെന്ന് വരും. കൊയ്ത്ത് വരെ അവ രണ്ടും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവാൻ അവ കെട്ടുകളായി വയ്ക്കുവിൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ സംഭരിക്കുവിൻ. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഒരു ഭവനത്തിൽ തന്നെ നന്മ ചെയ്യുന്നവരെയും കാണാം, തിന്മ ചെയ്യുന്നവരെയും കാണാം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നന്മ ചെയ്യുന്നവരുടെ ആ നന്മ കണ്ടുകൊണ്ട് തിന്മ ചെയ്യുന്നവർ അതിൽ നിന്നും പിന്തിരിഞ്ഞ് മാറുവാനും, അല്ലെങ്കിൽ അവസാന നാളുകളിൽ രണ്ടായിട്ട് തിരിക്കേണ്ടി വരും. നന്മ ചെയ്യുന്നവരെയും തിന്മ ചെയ്യുന്നവരെയും വ്യത്യസ്ത കൂട്ടങ്ങളായിട്ട് വയ്ക്കേണ്ടി വരും. നമ്മുടെ ഓരോ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളൊക്കെയും നന്മ ചെയ്യുന്നതിനാകട്ടെ ഈ ലോകത്തിലെ ചെയ്തികൾ കണ്ടുകൊണ്ട് നമ്മൾ അനുകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ വചനം വായിക്കാം, വചനം ധ്യാനിക്കാം, വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതം മാതൃക നിറഞ്ഞ ഒരു ജീവിതമായി മാറും. മറ്റുള്ളവർക്ക് അനുകരിക്കുവാൻ സാധിക്കുന്ന ഒരു ജീവിതമായി മാറും. നമ്മൾ പറഞ്ഞു തിരുത്തുന്നതിനേക്കാൾ നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് അവരിൽ മാറ്റങ്ങൾ സംഭവിക്കും. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.